ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവവചന ചിന്തയ്ക്കായി കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തുകൂടുവാൻ ദൈവം തന്ന കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പലപ്പോഴും നാം പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അതായിരിക്കുന്ന ഗൗരവത്തിലും പ്രാധാന്യത്തിലും അതുപോലെ തന്നെ കൃത്യതയിലും പലപ്പോഴും ആളുകൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണം എന്നുള്ളതായിട്ടുള്ള ദൈവിക ഇഷ്ടത്തിനും വേണ്ടി ചില കാര്യങ്ങൾ കൂടി ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പുതിയ നിയമവും പഴയ നിയമവും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പും ശേഷവുമുള്ള ജീവിതത്തിൻ്റെ വ്യത്യാസം യഥാർത്ഥത്തിൽ എന്താണ് എന്നറിയാമോ? പല രീതിയിൽ നമുക്ക് അതിനെ കാണാം. എന്താണ് പുതിയ നിയമവും അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ കീഴിലുള്ള ജീവിതവും പഴയ ഉടമ്പടിയുടെ കീഴിലുള്ള ജീവിതവും? ആദാം മുതൽ ഇങ്ങോട്ട് ഹാനോക്ക്, നോഹ, മോശ, അതിനുശേഷം ധാരാളം പ്രവാചകന്മാർ ഒക്കെ ദൈവത്താൽ അയക്കപ്പെടുകയും ദൈവവചനം അവരാൽ ലോകത്തിന് നൽകപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും നമുക്ക് അങ്ങനെ തന്നെ അപ്പസ്തോലന്മാരാലും പ്രവാചകന്മാരാലും ധാരാളം എഴുത്തുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പഴയ നിയമവിശ്വാസികളും അവർ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. നമുക്കറിയാം, ലാസർ മരിച്ച് കർത്താവ് കല്ലറയ്ക്കൽ ചെന്നപ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്തയും മറിയും പറഞ്ഞു, എന്താ പറഞ്ഞേ? പുനരുത്ഥാനത്തിൻ്റെ നാളിൽ അവർ ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മോശ, ഏലിയാവ് മറുരൂപമലയിൽ പ്രത്യക്ഷനായി കർത്താവിനോടുകൂടെ, അല്ലേ? അപ്പോൾ അവർ സ്വർഗത്തിലുണ്ട്. മരണം കാണാതെ എടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ പുതിയ നിയമത്തിലുള്ള വിശ്വാസവും പഴയ നിയമത്തിലുള്ള വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അല്പമായി ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നാം വായിക്കുന്നുണ്ട്, വിശ്വാസത്താലാണ് ജീവിതം. എല്ലാ മനുഷ്യരുടെയും ജീവിതം വിശ്വാസത്താലാണ്. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും. എബ്രാഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രാഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു നമ്മൾ വായിക്കുന്നു. നമ്മെക്കുറിച്ച് പറയുമ്പോഴും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ജഡത്തിൽ വസിക്കുന്നുവെങ്കിലും വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. ഈ ലോകത്തിൽ വിശ്വാസത്താൽ ജീവിക്കുന്നു. നമ്മളെല്ലാവരും വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു മനുഷ്യനെ ദൈവസന്നിധിയിൽ സ്വീകാര്യനാക്കുന്ന ഏക ഘടകം എന്ന് പറയുന്നത് വിശ്വാസമാണ്. കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള എല്ലാവരും, കർത്താവിൻ്റെ യാഗമരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാപമോചനം. അപ്പോൾ കർത്താവ് വന്നതിന് ശേഷമുള്ളവർക്ക് മാത്രമേ പാപമോചനമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ മോശയും എബ്രാഹിമും ഹാനോക്കും നോഹയും ഒക്കെ എങ്ങനെയാണ് കർത്താവിനോട് കൂടി ഇരിക്കുന്നത്? അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ സംശയം ഒന്നുമില്ല ഇപ്പം. അപ്പം വചനം പഠിക്കുമ്പം അത് ചില കാര്യങ്ങളിൽ നമ്മളെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മെ പര്യാപ്തരാക്കുകയുള്ളൂ. അപ്പോൾ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ മനുഷ്യന് കുറെ കൽപ്പനകൾ ദൈവം കൊടുത്തു. ഈ കൽപ്പനകൾ കൊടുത്തതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ ഗലാത്യ ലേഖനത്തിലും റോമലേഖനത്തിലും ഒക്കെ വായിക്കുന്നത്, അതൊരു ശിശുപാലകൻ. ഈ കൽപ്പനകളൊന്നും അവരെ രക്ഷിച്ചില്ല. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ ഈ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരൊറ്റ കാര്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അവരും വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്, നമ്മളും ഇന്ന് വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് നമ്മൾ 2000 വർഷം മുമ്പ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെന്നാൽ
കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ കാലത്തിന് അതീതമായി ജ്ഞാനമുള്ള, കാലഭേദങ്ങളില്ലാത്ത കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ ഭാവിയും ഭൂതവും വർത്തമാനവും ഇല്ലാത്ത ദൈവത്തിൻ്റെ മുമ്പാകെ ഈ നിത്യതയുടെ ആരംഭവും നിത്യതയുടെ അവസാനവും, നിത്യതയ്ക്ക് ആരംഭവുമില്ല അവസാനവുമില്ല, എന്നാൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണമല്ലോ ആളുകൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പോൾ നിത്യതയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ആരംഭമില്ലാത്ത കാലം മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരുപോലെയാണ് കാണുന്നത്. എന്നാൽ നമുക്ക് ഈ ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ ഉള്ളതുപോലെ കർത്താവിന് അതില്ല. അപ്പോൾ ഈ കർത്താവിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ മുമ്പാകെ ഈ കർത്താവായ യേശുക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അറുക്കപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, ഭൂമിയെയും പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവായ യേശുക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. അതുപോലെ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നാം എല്ലാവരും കർത്താവിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നവരാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും കർത്താവിൻ്റെ പദ്ധതിയിൽ ഉള്ളവരാണ്. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ, ഈ 2000 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ തൂങ്ങിയപ്പോൾ അവിടെ ഞാൻ ആ ക്രൂശിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതികളെ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും എന്താ പറയുക? നമ്മൾ പറയും 2 കള്ളന്മാരുണ്ടെന്ന് പറയും, അല്ലേ? ഒരു നല്ല കള്ളനും ഒരു മോശം കള്ളനും, അല്ലെ മാനസാന്തരപ്പെട്ട കള്ളനും മാനസാന്തരപ്പെടാത്ത കള്ളൻ. നല്ല കള്ളൻ എന്ന് പറഞ്ഞൊരു കള്ളനില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ എന്നാൽ ആ നടുവിൽ കിടന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നിത്യതയിൽ കർത്താവിനോട് കൂടെ വാഴുവാൻ പോകുന്ന സകല മനുഷ്യരും ആ ക്രൂശിലുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ആ ക്രൂശിൽ അന്ന് കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരായിട്ട് ഉണ്ടായിരുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ മനുഷ്യന് ദൈവം കൽപ്പനകൾ കൊടുത്ത് ആ കൽപ്പനകൾ അനുസരിക്കുവാൻ മനുഷ്യൻ പ്രാപ്തനല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയും, അതുപോലെ തന്നെ ആ കൽപ്പനകൾ അനുസരിക്കാതെ വന്നാൽ നിയമമില്ലാത്ത ഒരു ലോകത്ത് മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്ക് ഈ പീനൽ കോഡും ഇല്ല, ഭരണഘടനയും ഇല്ല, ഒന്നുമില്ല. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നൊരു അനുവാദം കൊടുത്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? വളരെ ദയനീയമാണല്ലേ. നമുക്കൊന്നും റോഡിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിലുള്ളത് എന്തെങ്കിലും തട്ടിപ്പറിക്കാനായിട്ട് നമ്മളെക്കാൾ ശക്തന്മാരായിട്ടുള്ള ആളുകൾ റോഡിൽ കാണും. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് തട്ടിപ്പറിക്കാൻ പറ്റുന്നത്? തട്ടിപ്പറിക്കരുതെന്നൊരു നിയമമില്ല. ഇനി നിയമം ലംഘിച്ചാൽ ഒരു ശിക്ഷയില്ല. അതുകൊണ്ട് മനുഷ്യന്റെ പാപത്തെ, തെറ്റുകളെ, കുറ്റങ്ങളെ അമർത്തി വെച്ചൊരു സാമൂഹിക ജീവിതമെങ്കിലും സാധ്യമാകണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം നിയമങ്ങളെ കൊടുത്തത്. അതിന് ഒരു ആത്മീയ വശമുണ്ടായിരുന്നു. എൻ്റെ സ്വന്തം ശക്തിയിൽ എനിക്ക് നിയമങ്ങൾ പാലിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല, അത് വിശ്വാസത്താലും ആശ്രയത്താലും മാത്രമേ കഴിയുള്ളൂ എന്ന് മനുഷ്യനെയും ബോധ്യപ്പെടുത്തണമായിരുന്നു. ഓരോ ഭക്തന്മാരായിട്ടുള്ള മനുഷ്യരെയും ബോധ്യപ്പെടുത്തണമായിരുന്നു. നമുക്കറിയാം, ഒരു ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. ദേവാലയത്തിൽ വന്നേച്ച് 2 പേരും പ്രാർത്ഥിച്ചു. ഒരാൾ എങ്ങനെയായിരുന്നു? പരീശനാരായിരുന്നു? ദൈവവചനത്തിൽ നല്ല പ്രാവീണ്യമുള്ളവൻ, ദൈവവചനം പഠിപ്പിക്കുന്നയാള്, ദശാംശം കൊടുക്കുന്നയാള്, അങ്ങനെ ആരെയും ഉപദ്രവിക്കാൻ പോകാതെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ധാരാളം സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചുറ്റും താമസിക്കുന്ന ആളുകളൊക്കെ നല്ല സാക്ഷ്യം പറയുമായിരിക്കും. പക്ഷേ ദൈവസന്നിധിയിൽ അദ്ദേഹം സ്വീകാര്യനല്ലാതെ പോയി. കാരണം അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികളിൽ മാത്രം ആശ്രയിച്ച് അതിൽ തൻ്റെ നീതി സ്ഥാപിക്കുവാനായിട്ട് താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രവൃത്തികളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള പ്രവൃത്തികളല്ല. അവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പ്രവൃത്തികളും ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള പ്രവൃത്തികളല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ നീതിമാന്മാരല്ല, എന്നാൽ ചില നീതി പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്
നമ്മൾ ഈ വലിയ കാര്യമായിട്ട് പലപ്പോഴും പറയാറുള്ളതായിട്ടുള്ള കാര്യം. എന്നാൽ ദൈവം ഒരു മനുഷ്യനെ നീതിമാനാക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നീതിമാന്റെ ഉള്ളിൽ നിന്നാണ് നീതിപ്രവൃത്തികൾ ഉണ്ടാകേണ്ടത്. അതാണ് ദൈവസന്നിധിയിൽ സ്വീകാര്യമായിട്ടുള്ള കാര്യം. അപ്പോൾ നീതിമാനായിട്ടൊരു മനുഷ്യനെ ദൈവം ആക്കുന്നത് അവന്റെ വിശ്വാസത്താലാണ്, ദൈവത്തിലുള്ള വിശ്വാസത്താൽ. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക. എന്തുവാ വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിവർത്തിനേൽപ്പിച്ചു എന്ന് നീ നിന്റെ ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പോൾ നിന്നെ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ വിശ്വാസത്തിൽ എന്തൊക്കെയുണ്ടെന്നറിയാമോ? അവനോടുകൂടെ എന്നെയും രക്ഷിച്ച് ഉയർപ്പിച്ച് സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നുള്ള വിശ്വാസം അതിനോട് ചേർന്ന് പോകുന്ന വിശ്വാസമാണ്. അല്ലെങ്കിൽ എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. ആ മരിച്ച കർത്താവിനെ പിതാവായ ദൈവം ആ യാഗം സ്വീകരിച്ചിരിക്കുന്നു, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടിയുള്ള യാഗം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രഖ്യാപനമായി പിതാവ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരമായി. അപ്പോൾ ദൈവത്തിന്റെ മുമ്പാകെ നാം നീതീകരിക്കപ്പെട്ടു. പിന്നെ രക്ഷയ്ക്കായി ഒരു ഏറ്റുപറച്ചിൽ വേണം. ഇവിടെ വിശ്വാസത്തെയും നീതീകരണത്തെയും രക്ഷയെയും രണ്ടും രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ മർക്കോസ് 16-ലും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. അപ്പോൾ വിശ്വാസവും സ്നാനവും അല്ലെങ്കിൽ നീതീകരണവും രക്ഷയും എന്ന് പറയുന്നത് അത് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണെങ്കിലും ഒരല്പ വ്യത്യാസം അതിനകത്തുണ്ട്. നമ്മുടെ പാപത്തിന് പരിഹാരം വരുമ്പോൾ നാം ദൈവവുമായിട്ടുള്ള നിരപ്പിലേക്ക് വന്നു. എന്നാൽ രക്ഷയ്ക്കായിട്ടൊരു ഏറ്റുപറച്ചിലുണ്ട്. അത് ഹൃദയത്തിലുമുണ്ട്, സ്നാനത്തിലുമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ ആ ഏറ്റുപറച്ചിലിൽ നമ്മൾ പഴയ നമ്മുടെ യജമാനനെ വിട്ട് നമ്മൾ പുതിയ യജമാനായിട്ടുള്ള കർത്താവിനെ നമ്മൾ സ്വീകരിക്കുകയും ആ യജമാനന്റെ ഒരു ദാസനായിട്ട് നമ്മൾ തീരുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരും, പരിശുദ്ധാത്മാവ് വരും, നമ്മളെ ജീവനുള്ളവരാക്കും. അപ്പോൾ ദൈവവുമായിട്ട് നേരിട്ടുള്ള ബന്ധത്തിന് നമ്മളെ പ്രാപ്തമാക്കുന്ന ദൈവിക ജീവനും പരിശുദ്ധാത്മാവുമാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ദൈവ ആത്മാവ് നമ്മളിൽ വന്ന് നമുക്ക് നമ്മുടെ ആത്മാവിനെ ജീവിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവിക ജീവൻ നമ്മിൽ തന്നു. ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതിന് നമ്മളെ പ്രാപ്തരാക്കി. നമ്മെ നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ട്. അതാണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പഴയ നിയമത്തിൽ ആരാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ് ചോദ്യം. വിശ്വസിച്ച ആളുകളെയൊക്കെ നടത്തിയത് ദൈവം തന്നെയാണ്. ദൈവത്തിന്റെ കൂടെ നിന്ന് ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നോഹയും അങ്ങനെ നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിനെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വായിക്കുമ്പോഴും പഴയ നിയമത്തിലെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ശതമാനം ആളുകളും നടത്തപ്പെട്ടിരുന്നത് അവരുടെ ജഡത്താലാണ്. അപ്പോൾ ജഡത്താൽ നടത്തപ്പെട്ടിരുന്നതായിട്ടുള്ള ആളുകൾ ആത്മാവിനാൽ നടത്തപ്പെടുവാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് ഈ പഴയ ഉടമ്പടിയിലെയും പുതിയ ഉടമ്പടിയിലെയും ജീവിതം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ജീവിതത്തെ നോക്കിയാൽ രണ്ടും വിശ്വാസത്താലാണ്. എന്നാൽ പഴയ ഉടമ്പടിയിൽ അവരെ നടത്തിയിരുന്നത് പ്രവാചകന്മാരുടെ മേലും ദൈവം പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത ആളുകളുടെ മേൽ, അവരുടെ ഉള്ളിലല്ല, അവരുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപയും ശക്തിയും കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിച്ചു എന്നുള്ള ഒരു കാര്യമല്ല. കാരണം ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ഈ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ടുള്ള യാഗത്തിന്റെ ഒരു പൂർത്തീകരണം ആവശ്യമായിരുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മെ ദൈവത്തിന്റെ മന്ദിരമാക്കി തീർത്തു എന്നുള്ളതാണ് പുതിയ ഉടമ്പടിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പഴയ ഉടമ്പടിയിൽ അവരുടെ ഹൃദയത്തിൽ വസിക്കുവാനായിട്ട് കഴിയാത്തതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് ഒരു സമാഗമന കൂടാരമോ അല്ലെങ്കിൽ ദൈവാലയത്തിൽ ആയിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത് അങ്ങനെയൊരു ദൈവാലയത്തിന്റെ ആവശ്യമില്ല. നാം എല്ലാവരും ദൈവത്തിന്റെ ആലയമായിരിക്കുന്നു.
ശരി, ജഡത്തിൽ ആശ്രയിക്കുക. അപ്പോൾ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതിയ നിയമ വിശ്വാസി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി യാഗം യാതൊരു ഗുണവും ആ മനുഷ്യന് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം, എന്നാണ് ദൈവം ഈ ജഡത്തിൽ ആശ്രയിക്കരുതെന്ന് ദൈവം ആരോടാണ് ആദ്യം പറഞ്ഞതെന്നറിയാമോ? ജഡത്തിൽ ആശ്രയിക്കരുതെന്ന് ആരോടാ പറഞ്ഞേ? നേരിട്ട് അങ്ങനെ പറഞ്ഞതായിട്ടൊരു വാക്യമൊന്നുമില്ല. എന്നാൽ ഈ പരിച്ഛേദന എന്ന് പറയുന്നതായിട്ടുള്ള ചടങ്ങ് ദൈവം ആർക്കാ കൊടുത്തേ? അബ്രഹാമിന്, യഹൂദന്മാർക്ക്. അബ്രഹാമിനാണ് അത് ആദ്യം കൊടുക്കുന്നത്. അത് കൊടുത്തതിൻ്റെ പശ്ചാത്തലം അറിയാമോ? അബ്രഹാമിന് 75 വയസ്സായപ്പോൾ അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് നിന്റെ പിതൃഭവനത്തേക്ക് വിട്ടിട്ട് കാണിപ്പാനുള്ള ദേശത്തേക്ക് പുറപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ദൈവം സ്ഥലമൊക്കെ കാണിച്ചു, അവിടെ വന്നു. എന്നിട്ട് ദൈവം ചില വാഗ്ദത്തങ്ങൾ കൊടുത്ത്, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. 75 വയസ്സായപ്പോഴാണ് വാഗ്ദത്തം കൊടുത്തത്, സന്തതിയെ തരും. ഒരു സന്തതിയെ തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്താൽ സന്തതിയെ കിട്ടാൻ എത്ര വർഷം വേണം? 10 മാസം മതി അല്ലേ? നമ്മുടെ അറിവിൽ 10 മാസം മതി. എബ്രഹാം എത്ര വർഷം നോക്കിയിരുന്നു? അല്ല, അതിനിടയ്ക്ക് അവരൊരു സൂത്രവിധി ഒപ്പിച്ചു. അവർ രണ്ടുപേരും കൂടെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കാതെ ഹാഗാറിനെ കൊണ്ടുപോയി ഭാര്യയായി കൊടുത്ത് ഇസ്മായിലിനെ ജനിപ്പിച്ചു. ഇസ്മായിലിനെ ജനിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പരിച്ഛേദന കൊടുക്കുന്നത്. ജഡത്തിൻ്റെ ഒരു ഭാഗം മുറിച്ച് മാറ്റി, നിങ്ങൾ ജഡത്തിൽ ആശ്രയിക്കരുത്, ജഡത്തിൽ ആശ്രയിക്കരുത് എന്നുള്ളതിനുള്ള അടയാളമായിരുന്നു എബ്രഹാമിന് ദൈവം കൊടുത്തതായിട്ടുള്ള പരിച്ഛേദന എന്ന് പറയുന്നത്. ആ പരിച്ഛേദനയെക്കുറിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചില വേദഭാഗങ്ങളൊക്കെ വായിക്കാം. ആ പരിച്ഛേദന എന്ന് പറയുന്നത് ജഡത്തിൽ ആശ്രയിക്കരുതെന്ന് പഴയ നിയമത്തിൽ ദൈവം കൊടുത്ത കൽപ്പനയുടെ അടയാളമായിട്ടാണ് എല്ലാ യഹൂദ പുരുഷന്മാരും ആ ഒരു ആചാരം ഏറ്റിരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ഈ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുക എന്നുള്ളതാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു പരിച്ഛേദന പറയുന്നുണ്ട് അല്ലേ? എന്തിനാ ആ പരിച്ഛേദനയെ കുറിച്ച് എങ്ങനെയാ പറയുന്നത്? ഹൃദയ പരിച്ഛേദന അല്ലേ? അപ്പൊ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ആരുടെയും ഹൃദയത്തിന്റെ, ഭൗതിക ഹൃദയത്തിന്റെ ഒരു ഭാഗവും ആരും മുറിച്ചു മാറ്റിയിട്ടില്ല. എന്നാൽ ഒരു ഹൃദയ പരിച്ഛേദന ഉണ്ട് എന്ന് ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നതുമുണ്ട്. എന്താണ് ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നത്? നിങ്ങളുടെ പഴയ മനുഷ്യൻ അല്ലെങ്കിൽ പഴയ ഹൃദയം, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനപ്രകാരം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇതാ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പോൾ പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നാം തീരണമെങ്കിൽ അവിടെ ഒരു പരിച്ഛേദനയുണ്ട്. അത് കൈകൊണ്ടുള്ള പരിച്ഛേദനയല്ല, മറിച്ച് ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഉടമകളായി തീരുവാനായിട്ട് പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന പോലെ പുതിയ നിയമത്തിൽ ഒരു പരിച്ഛേദനയുണ്ട്. പക്ഷേ അത് കൈകൊണ്ടല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ പരിച്ഛേദന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയ പരിച്ഛേദന എന്നും, അല്ലെങ്കിൽ പഴയ മനുഷ്യനെ അല്ലെങ്കിൽ പഴയ ഹൃദയം എന്നൊക്കെ പറയുന്നതായിട്ട് ഉള്ള കാര്യമാണത്. അത് നീക്കിക്കളഞ്ഞാൽ മാത്രമേ ഈ പുതിയ ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമുക്ക് തീരാനായിട്ട് കഴിയുള്ളൂ. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? പഴയ മനുഷ്യന്റെ പിതാവ് ആരാ? പിശാചാണ് അല്ലേ? പഴയ മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ഏതാത്മാവാ? അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി അല്ലേ? അത് വേറൊരു ആത്മാവാണ്. അവർക്ക് പിതാവ് വേറെയാണ്. അവരുടെ ഈ പഴയ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഈ പിശാചിന്റെ ഇഷ്ടങ്ങളും ഒക്കെയാണ്. ആ പഴയ മനുഷ്യനെ കൊണ്ടുപോയി അങ്ങോട്ട് കൊന്നുകളഞ്ഞിട്ട് ആ ഹൃദയ പരിച്ഛേദന, ആ പഴയ മനുഷ്യനെ അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ പഴയ ഹൃദയത്തെ അങ്ങ് മാറ്റിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു പുതിയ ഹൃദയം ദൈവം നമുക്ക് നൽകുന്നു, ഒരു പുതിയ സൃഷ്ടിയായിട്ട് നമ്മെ തീർക്കുന്നു. അതാണ് ദൈവാത്മാവിനാൽ നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഹൃദയ പരിച്ഛേദന എന്ന് പറയുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം നമുക്ക് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരാം.
2:25 മുതലുള്ള വാക്യങ്ങളിൽ, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം, ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീരുന്നു. അപ്പോൾ യഹൂദനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പരിച്ഛേദന ഏറ്റതിന് ശേഷം ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. ന്യായപ്രമാണം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ന്യായപ്രമാണം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ എന്നിലോ എൻ്റെ ജഡത്തിലോ ആശ്രയിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ പരിച്ഛേദന ഏറ്റതായിട്ടുള്ള ഒരാളെ പരിച്ഛേദന ഏറ്റതായിട്ട് ദൈവം കണക്കാക്കുന്നത് അവൻ ന്യായപ്രമാണം അനുസരിക്കുമ്പോൾ മാത്രമാണ്. കാരണം പരിച്ഛേദന എന്തിനാ കാണിക്കണേ? ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അഗ്രചർമ്മിയായിട്ട് തന്നെയാണ് ദൈവം കണക്കാക്കുന്നത്. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? അപ്പോൾ ഒരാൾ പരിച്ഛേദന ഏറ്റിട്ടില്ല, പക്ഷെ അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ അവന്റെ ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നില്ല, അവൻ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവന്റെ അഗ്രചർമ്മം എന്നുള്ളതല്ല, അവൻ പരിച്ഛേദന ഏറ്റവനാണ്. കാരണം അവൻ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അപ്പോൾ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്ന ദൈവം തന്നെ പറയുകയാണ്, പുറമേ ഉള്ളത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ പരിച്ഛേദനയുമല്ല. അതുപോലെ തന്നെ ഇന്ന് പറയുകയാണെങ്കിൽ പുറമേ വിശ്വാസിയായിരിക്കുന്നവൻ വിശ്വാസിയുമല്ല, അകമേ ഉള്ള ഹൃദയപരിച്ഛേദന ഇല്ലാത്തവൻ രക്ഷിക്കപ്പെട്ടവനുമല്ല എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. തുടർന്ന് വീണ്ടും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്നാം വാക്യം, നാം അല്ലോ പരിച്ഛേദനക്കാർ. അപ്പൊ പരിച്ഛേദനക്കാർ ആരാണെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്? നാം ആണ്. ആര്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പോൾ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന എന്താണ്? അപ്പൊ ഇവിടെയാണ് നമ്മൾ മറ്റേ കൊരിന്ത്യർ ലേഖനം 2-ാം ലേഖനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞു, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം അവരുടെ മേൽ കിടക്കുന്നു. നമ്മൾ വായിച്ചില്ലേ? ക്രിസ്തു യേശുവിൽ അത് നീങ്ങിപ്പോകുന്നു. അപ്പോൾ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഒരു മൂടുപടം കിടക്കുക. എന്താണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത് എന്നുള്ളത് അവർക്ക് അങ്ങനെയൊന്നും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ പുതിയ നിയമം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിലേക്ക് വരുമ്പോൾ ആ മൂടുപടം നീങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നാം ആണ് പരിച്ഛേദനക്കാർ. ആര്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. അപ്പോൾ പരിച്ഛേദന ഏറ്റ ഒരാളുടെ പ്രത്യേകത, യഥാർത്ഥ പരിച്ഛേദന ഏറ്റ പുതിയ നിയമത്തിലെ ഒരു വിശ്വാസിയുടെ പ്രത്യേകത എന്താ? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. അതായത് ദൈവാത്മാവ് ഹൃദയത്തിലേക്ക് വരികയും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് പരിച്ഛേദന ഏറ്റയാൾ. മനസ്സിലായോ? പഴയ നിയമം വായിക്കുമ്പോൾ പരിച്ഛേദനയെ കുറിച്ച് വായിക്കുമ്പോൾ ഇതൊക്കെ ഒരു മൂടുപടമാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നാൽ പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ പരിച്ഛേദന ഏറ്റയാളാണ്. പഴയ നിയമത്തിലെ പരിച്ഛേദന എന്ന് പറയുന്ന ഒരു അടയാളമായിട്ട്, ഒരു നിഴലായിട്ട് കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ വരുമ്പോഴേക്കും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പിന്നെ ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും എന്ന് വെച്ചാൽ സ്വന്തത്തിൽ ഒരു പ്രശംസയുമില്ലാതെ, നമ്മളിൽ യാതൊരു പ്രശംസയ്ക്കും നമുക്ക് നമ്മുടെ ഒരു പ്രവൃത്തികളിലും പ്രശംസിക്കുവാൻ പറ്റാത്ത നിലയിൽ ദൈവത്തിൽ മാത്രം പ്രശംസിക്കുന്ന ആളുകൾ. സ്വന്തം നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നേച്ച് നമുക്ക് എന്തെങ്കിലും യഥാർത്ഥത്തിൽ പ്രശംസിക്കുവാനായിട്ടുണ്ടോ? പഴയ മനുഷ്യന് ഒന്നും പ്രശംസിക്കാനില്ലാതെ നമ്മൾ കളയുകയും ചെയ്തു. പുതിയ മനുഷ്യനായി തീർന്ന ഈ പുതിയ മനുഷ്യന് എന്താ പ്രശംസിക്കുവാനായിട്ടുള്ളത്? ഒന്നുമില്ല. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ നമ്മളുടെ പല കാര്യങ്ങളിലും പ്രശംസിക്കുന്നവരാണ്. ആത്മീയ കാര്യങ്ങളിലും ഭൗതിക കാര്യങ്ങളിലും നമ്മൾ പ്രശംസിക്കുന്നവരാണ്. നമുക്ക് ഈ ലോകത്തിൽ ഒരുപക്ഷെ ദൈവം തന്നതായിട്ടുള്ള സാധ്യതകളെ, അതല്ല എങ്കിൽ കഴിവുകളെ, പ്രാപ്തികളെ, അവസരങ്ങളെ ഒക്കെ നമ്മൾ പലപ്പോഴും പ്രശംസയ്ക്ക് കാരണമായിട്ട് എടുക്കാറുണ്ട്. അനേകരും അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പലപ്പോഴും ആളുകൾ പറയുന്നത്, ഇപ്പം നമ്മുടെ
തെക്കൻ തിരുവിതാംകൂർ അല്ലെങ്കിൽ ആ കോട്ടയം തിരുവല്ല ഭാഗത്തുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയുന്നത്, ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ ദൈവത്തിൽ ഏറെ ആശ്രയിച്ചു, അവരൊത്തിരി ത്യാഗങ്ങൾ സഹിച്ചു, അതുകൊണ്ട് അവരുടെ തലമുറകളെയൊക്കെയും ദൈവം വളരെ അനുഗ്രഹിച്ചു. അല്ലെ? അതൊരു മനുഷ്യനിലുള്ള ഒരു പ്രശംസയാണ്. എന്തുകൊണ്ടാണ്? ഞങ്ങളൊക്കെ ദൈവത്തെ, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങള് ആരെങ്കിലും അനുസരിച്ചു എന്നുള്ളതല്ല, പിതാക്കന്മാര് 1, 2, 3 തലമുറ മുമ്പുള്ളതായിട്ടുള്ള ആളുകളൊക്കെ ദൈവത്തെ അങ്ങനെ അനുസരിച്ചും അവർക്ക് ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഒത്തിരി ത്യാഗവും സഹിച്ചതുകൊണ്ട് അതിന്റെ പ്രതിഫലമായിട്ട് ഇപ്പോൾ കുറെ സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. ഒരു പ്രശംസയ്ക്കും മനുഷ്യന് ആത്മീയമോ ഭൗതികവുമായിട്ടുള്ള ഒരു കാര്യത്തിലും ഒരല്പം പോലും പ്രശംസ എടുക്കുന്നവൻ അവൻ ജഡത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആളാണ്. അവിടെ ഹൃദയപരിശോധന നടന്നിട്ടില്ല. അപ്പോൾ കർത്താവിൽ മാത്രം പ്രശംസിക്കുക എന്നുള്ള കാര്യം നമ്മളിൽ അങ്ങനെ ഒരു ആത്മാവ്, അങ്ങനെ ഒരു നിലപാട് നമുക്കുണ്ടെങ്കിൽ നാം പരിച്ഛേദനയേറ്റവരാണ്. ഏത് പരിച്ഛേദന? ഹൃദയപരിച്ഛേദന. പ്രിയമുള്ളവരെ, നമുക്ക് പ്രശംസിക്കുവാൻ വല്ലതും ഉണ്ടോ? നമ്മൾ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് പ്രശംസിക്കുന്നവരാണോ? ഭൗതികമോ ആത്മീയ കാര്യം, എനിക്ക് കുറെ അറിവുണ്ട് എന്നുള്ള പ്രശംസ നമുക്കുണ്ടോ? അല്ലേ? ഇന്ന് നോക്കിക്കേ, ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലേക്ക് ഞാൻ സഭകളുടെ പേരൊന്നും പറയുന്നില്ല, ഓരോ സഭകളിലെ ആളുകളോട് ചോദിച്ചു അവരൊക്കെ പറയുന്നത്, ഞങ്ങളുടെ ഉപദേശം, ഞങ്ങളുടെ സഭ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ലോകത്തിലെ വലിയ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മതങ്ങളിലും അവരുടെ വിശ്വാസങ്ങളിലും ഒക്കെ പ്രശംസിക്കുന്നതായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ ഒരു ദൈവത്തിന്റെ പൈതലിന് പ്രശംസിക്കുവാനായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. പൗലോസ് അപ്പോസ്തലൻ അത് ഗലാത്യ ലേഖനത്തിലാണെന്ന് തോന്നുന്നു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറ്റൊന്നിലും പ്രശംസിക്കുവാനായിട്ട് വരരുത്, ക്രൂശിക്കപ്പെട്ടവനായിട്ടുള്ള കർത്താവെങ്കിൽ യേശുവിൽ മാത്രമാണ് എൻ്റെ പ്രശംസ എന്ന്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും, അതായത് എന്നിൽ പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, പിന്നെ ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പരിച്ഛേദനക്കാർ. അപ്പൊ നാം ജഡത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ നാം പരിച്ഛേദനയേറ്റവരല്ല. പുതിയ ഉടമ്പടിക്ക് നമ്മൾ പാത്രീഭൂതരല്ല. പുതിയ ഉടമ്പടിക്ക് നമ്മുടെ മേൽ യാതൊരു വക ഉത്തരവാദിത്വവുമില്ല. അപ്പോൾ ജഡത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ ഹൃദയപരിശോധന നടന്നിട്ടില്ല എന്നുള്ളതൊരു വലിയ തെളിവാണ്. അപ്പോൾ ജഡത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ശരിയാണോ? ഈ ജഡത്തിൽ ആശ്രയിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മളിൽ ദൈവാത്മാവ് വേണം. നാം വീണ്ടും ജനനം പ്രാപിച്ചിരിക്കുന്ന ആളുകളായിരിക്കണം. നമ്മളുടെ യജമാനെയൊക്കെ നമ്മൾ മാറ്റി പുതിയ യജമാനെ സ്വീകരിച്ച് പുതിയ സൃഷ്ടിയായി തീർന്ന് അങ്ങനെ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജഡത്തിൽ ആശ്രയിക്കാതെ ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ജഡത്തെ അനുസരിച്ചാണോ ആത്മാവിനെ അനുസരിച്ചാണോ? ഒന്ന്, നമുക്ക് മറ്റാരെയും നോക്കരുത്, നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മളുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ വഴികൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ ഒക്കെ ജഡത്തിൽ നിന്നാണോ വരുന്നത്, ആത്മാവിൽ നിന്നാണോ വരുന്നത്? ജഡത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഒരു പഴയ നിയമത്ത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെപ്പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ജീവിതവും. ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കാൻ കഴിയുകയില്ല. നമുക്കറിയാം, ആ കർത്താവ് പറഞ്ഞ ഉപമയിൽ തന്നെ ആ പരീക്ഷനെ കുറിച്ച് അയാൾക്ക് തന്നെയും മറ്റുള്ളവർക്കും നല്ല സാക്ഷ്യം പറയുവാനായിട്ടുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ മറ്റൊരു മനുഷ്യനൊരിക്കൽ വന്ന് കർത്താവിനോട് ചോദിച്ചു, നിത്യജീവനെ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് എന്താ പറഞ്ഞേ? കൽപ്പനകൾ പാലിക്കുക. അപ്പോൾ കൽപ്പനകൾ ഏതൊക്കെയാണ്? കൽപ്പനകളുടെ കുറച്ച് കണക്കൊക്കെ പറഞ്ഞു, അതൊക്കെ പാലിക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാനതെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ്റെ കർത്താവ് പറഞ്ഞു, കൽപ്പനകൾ പാലിക്കണം. കൽപ്പനകൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ്, ഞാനതെല്ലാം എൻ്റെ ചെറുപ്പം മുതലേ പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവനെ സ്നേഹിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? കർത്താവ് അവനെ സ്നേഹിച്ചു. അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. എന്താണ് ആ ഒരു കുറവ്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേച്ച് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അപ്പോൾ അവന് വളരെ സമ്പത്തുള്ളവനായാൽ ദുഃഖിച്ചുകൊണ്ട് അവൻ പോയി എന്നാണ് നമ്മൾ
വായിക്കുന്നത്. പ്രിയമുള്ളവരെ, മാമോൻ എന്ന യജമാനനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയും ഇല്ലേ? അവനെന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞില്ല നിനക്കുള്ള സമ്പത്തൊക്കെ വിറ്റ് പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാനോ ഒന്നും കർത്താവ് പറഞ്ഞില്ല. നീ ദരിദ്രർക്ക് കൊടുത്തേരെ, നീ ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട, നീ ദരിദ്രർക്ക് കൊടുത്തേച്ച് എന്നിട്ട് എന്നെ പിൻഗമിക്കാൻ പറഞ്ഞു. അപ്പോൾ അവന് ദുഃഖിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ആത്മീയമായിട്ടുള്ള ധാരാളം കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാനും അതേസമയം തന്നെ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത നിലയിൽ മറ്റൊരു യജമാനനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനും ഈ ലോകത്ത് സാധിക്കും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ മനുഷ്യൻ. അവൻ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം കർത്താവിന് വളരെ ബഹുമാനം തോന്നി, സ്നേഹം തോന്നി ആ മനുഷ്യനോട്. പക്ഷെ യജമാനനെ മാറ്റാൻ പറഞ്ഞപ്പം അവൻ പറഞ്ഞു അത് സാധിക്കില്ല. പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന നാം നമ്മുടെ യജമാനനെ മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിശാച് എന്ന ലോകത്ത് പിടിമുറുക്കിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ മഹത്വമൊക്കെ നമുക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ്. കർത്താവിൻ്റെ അടുത്തും അതേ പരിപാടി പിശാച് ചെയ്തു അല്ലേ? സർവ്വ മഹത്വവും കാണിച്ചു കൊടുത്തേച്ച് ഒന്ന് വീണ് എന്നെ ഒന്ന് കുമ്പിട്ടാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞോ, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതാണ്, ഈ മനുഷ്യരെല്ലാം എൻ്റെ അറിവോടുകൂടി വന്നതാണ്, എല്ലാത്തിൻ്റെയും മേൽ എനിക്ക് അധികാരമുണ്ട്, പിന്നെ ഇതെങ്ങനെയാ നിന്റെ ആകുന്നത് എന്ന് കർത്താവ് ചോദിച്ചില്ല. ഇതൊക്കെ പിശാചിന്റെ കീഴിലാണ്. കർത്താവിന് കൊടുത്ത ഓഫർ പിശാച് ഇന്ന് ലോകത്തില് കർത്തൃദാസന്മാർ എന്ന് പറയുന്ന ആളുകളിലൂടെ ധാരാളം വിതരുന്നുണ്ട്. ധാരാളം അനേക സഭകളിലൂടെ ആ വാഗ്ദത്തം ഇന്ന് ലോകത്തിലേക്ക് പിശാച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരേ സമയം സേവിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. മാമോനെ ദൈവത്തെയും പിശാചിനെയും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം പിശാചിനെ സേവിക്കാൻ ആരെങ്കിലും പോകും? ആരെങ്കിലും പിശാചിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിശാചിനെ ആരും കണ്ടിട്ടില്ല. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഭൂതം സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഭൂതത്തെ കണ്ടിട്ടില്ല, പിശാചിനെയും കണ്ടിട്ടില്ല. ദൈവത്തെയും പിശാചിനെയും സേവിക്കരുതെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, എങ്ങനെ? ഞാൻ പിശാചിനെ കണ്ടിട്ട് പോലും ഇല്ല, ഞാൻ അവനുമായിട്ടൊരു ബന്ധവുമില്ല, കാണാതെ ഞാൻ എങ്ങനെയാ സേവിക്കുന്നത്? പക്ഷെ കർത്താവ് പിശാചിനെ സേവിക്കരുതെന്നല്ല പറഞ്ഞ്. അപ്പോൾ പിശാചിന്റെ ഒരു പര്യായ പദമാണ് മാമോൻ എന്ന് പറയുന്നത്, ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം ഇല്ല എന്ന്. നമ്മൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചർച്ചിലൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആരെയും അങ്ങനെ മോഹിപ്പിക്കാനായിട്ടുള്ള പ്രസംഗങ്ങളൊന്നുമില്ല. കാരണം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന എല്ലാവർക്കും ദൈവം അവനവന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കുമെന്നുള്ള വാഗ്ദത്തം ദൈവത്തിനുണ്ട്. അതിനുവേണ്ടി മോഹത്തിൻ്റെ പ്രസംഗങ്ങളോ അതിനുവേണ്ടി എന്തെങ്കിലും കൊടുക്കണമെന്നൊന്നും അതിനെ പ്രസംഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. അപ്പോൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ തയ്യാറുള്ള ഒരാൾക്കും ലോകത്തിൽ ഇനി അവരുടെ ഭാവിയെക്കുറിച്ചോ അവരുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും ഭയപ്പെടുവാനായിട്ടില്ല. രാജ്യവും നീതി അന്വേഷിക്കാതെ എനിക്ക് വേണമെന്നുള്ളത് മാത്രമേ അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇന്ന് ലോകത്തിലെ പ്രസംഗങ്ങൾ എങ്ങനെയാണ്? ഈ പ്രാസംഗികരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതിനെക്കുറിച്ച് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തില്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. ആര്? അന്ത്യകാലത്തുള്ള വിശ്വാസികൾ അവരാണ് ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നത്. അവരെങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നത്? സ്വന്തം മോഹങ്ങൾക്കൊത്ത് പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകളെ അവര് പെരുക്കും. സത്യത്തിന് ചെവി കൊടുക്കാതെ കിട്ടുന്നത് കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും എന്ന് അന്നേ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരെയാ ഈ ആളുകളെ പ്രസംഗിക്കാനൊക്കെ വിളിക്കുന്നത്? സാധാരണ ഇതിൽ സഭയെ പ്രസംഗിക്കാൻ വിളിക്കുമ്പം കേൾവിക്കാർക്ക് ഇഷ്ടമുള്ള, കേൾവിക്കാരുടെ മോഹങ്ങളെയൊക്കെ പൂർത്തീകരിച്ച് അവർക്ക് വാഗ്ദത്തങ്ങൾ കൊടുക്കുന്ന ആളുകൾ വന്നു കഴിയുമ്പം അവരെ വീണ്ടും വീണ്ടും വിളിക്കാൻ വിശ്വാസികൾ പറയും അല്ലേ?
ഇന്ന സഹോദരൻ അല്ലെങ്കിൽ ഇന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെ വന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു, ഞങ്ങൾക്ക് ഒത്തിരി ആത്മീയമായിട്ടുള്ള ഉത്സാഹം പ്രാപിച്ചു, ഒത്തിരി വാഗ്ദത്തങ്ങളൊക്കെ തന്നു, അതുകൊണ്ട് ആ സഹോദരനെ ഒന്ന് വിളിക്കണം, അല്ലെങ്കിൽ ആ സഹോദരനെ നമുക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിക്കും. കാരണം എന്താ? സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ ലോകം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ വാഗ്ദത്തം ചെയ്തത് പിശാച് കർത്താവിന് വാഗ്ദത്തം ചെയ്ത അതേ കാര്യങ്ങളാണ്. അപ്പോൾ ജഡത്തെ അവിടെ നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ന് ക്രിസ്തീയ ലോകത്ത് ഉപദേഷ്ടാക്കന്മാർ എന്ന് പേര് പറയുന്നവരായിട്ടുള്ള ആളുകൾ തന്നെ എടുത്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ജഡം മരിച്ചു പോകേണ്ടതാണ്, മരിപ്പിക്കേണ്ടതാണ്. ആ ജഡം ജീവിച്ചാൽ ദൈവരാജ്യത്തിലേക്ക് കിടക്കാനായിട്ട് കഴിയുകയില്ല. ആ ജഡം ജീവിക്കുന്നിടത്തോളം ദൈവാത്മാവിന്റെ ജീവന് നമ്മൾ വ്യാപരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല. ഈ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള കുറിന്തിലെ ആ ദുഷ്ടനായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത് എന്താ? അവന്റെ ആത്മാവ് കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി പിശാചിനെ ഏൽപ്പിക്കുക. ജഡത്തിന്റെ സംഹാരത്തിന് അവന്റെ ആത്മാവെങ്കിലും കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ അവന്റെ ജഡം ഈ ലോകത്തിൽ സംഹരിക്കപ്പെടണം. അതുകൊണ്ട് സഭയിൽ നിന്നും പുറത്താക്കിക്കോ, ഏതെങ്കിലും പിശാചിന്റെ ദൂതന്മാരെ ദണ്ഡിപ്പിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും വേണ്ടി കർത്താവ് അങ്ങ് കൽപ്പിച്ചാക്കും. അതുകൊണ്ട് ഈ ലോകത്തിൽ ദണ്ഡനങ്ങളും അതുപോലെ തന്നെ ഒറ്റപ്പെടലുകളും സ്നേഹമില്ലായ്മയൊക്കെ അനുസരിച്ച് അനുഭവിച്ചു വരുമ്പോൾ അവര് വിശ്വാസത്തിലേക്ക് തിരിച്ചവൻ വരും. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് കർത്താവിന്റെ നാളിൽ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞത് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ജഡത്തിൽ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ. നമുക്കറിയാമോ? അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, സഭകളിൽ ഞാൻ ഉണ്ടായിരുന്ന സഭകളിൽ ഒരുവിധം എല്ലാ സഭകളിലും ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. അവിടെ വചനം പഠിപ്പിക്കുന്ന ആളുകൾ എന്തെങ്കിലും പഠിപ്പിച്ചു കഴിയുമ്പോൾ ഈ സഭയിലെ ചില ആളുകൾ പറയും, ഇത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അങ്ങനെ പറയാറില്ലേ? ഉണ്ടോ? ഉണ്ട്. റോസറി സിസ്റ്റർ തലയാട്ടുന്നുണ്ട്. ഉണ്ടോ ശരത്തെ? അങ്ങനെ അത് എല്ലാ സഭകളും ഒന്നൊഴിയാതെ എല്ലാ സഭകളിലും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് ക്ലാസ് എന്ന് ചില ആളുകൾ പറയും. ചിലർ പറയും ഇന്ന് ആ സഹോദരനെ അല്ലെങ്കിൽ ആ സഹോദരിയെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, ഇന്ന് ആ സഹോദരനും സഹോദരിയും ഇല്ലാതെ പോയല്ലോ, ഭയങ്കര കഷ്ടമായി എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ വചനം എങ്ങോട്ടാ പോണെന്നറിയാവോ? ജഡത്തിലേക്കാണ്, ആത്മാവിലേക്കല്ല. ആത്മാവിലേക്കാണ് ഒരു വചനം പോകുന്നത് എങ്കിൽ അവര് കർത്താവെ, എനിക്ക് ഇന്ന് പ്രസംഗിച്ച ഇന്ന് ഞാൻ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രൂപാന്തരപ്പെടുവാൻ ഇനി എത്രയോ ബാക്കിയുണ്ട് എന്ന് ചിന്തിച്ച് മാനസാന്തരപ്പെടും. ഈ ജഡത്തിലേക്ക് പോകുന്നത് ഇതേപോലെ. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഞാൻ ഇന്ന സഹോദരനെ കുറിച്ച് അല്ലെങ്കിൽ സഹോദരിയെ കുറിച്ച് ചിന്തിച്ചതൊക്കെ പാസ്റ്ററും മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ മൂപ്പനും മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പൊ നല്ല കൊടുക്കുന്നുണ്ടെന്ന് ചിന്തിക്കും അല്ലേ? ഇതൊക്കെ എവിടുന്ന? ഇതൊക്കെ ജഡത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് ദൈവവചന സന്ദേശവും ഏത് ദൈവവചന സന്ദേശവും ക്രിസ്തുവിനെ പോലെ ആകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മാനസാന്തരത്തിന് ആവശ്യമുള്ളതാണ്. ഏതെങ്കിലും ഈ ലോകത്തിലെ ജീവിതത്തിൽ നമ്മുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ ക്രിസ്തുവിനെ പോലെ ആയി എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ വിചാരിക്കുന്നു ഉണ്ട് എന്ന് പറയാനായിട്ട് ആരും ധൈര്യപ്പെടുകയില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ ഞാൻ ക്രിസ്തുവിനെ പോലെ ആയി എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ സാധിക്കില്ല. വളർച്ച എന്ന് പറയുന്നത് എൻ്റെ കൈ മാത്രമായിട്ട് വളർന്നാൽ ഞാൻ എങ്ങനെ ഉണ്ടാവും? അല്ലേ? അല്ലെങ്കിൽ കാല് മാത്രമായിട്ട് വളർന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇല്ല. വളർച്ച എന്ന് പറയുന്നത്, ആരോഗ്യപരമായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും അത് ശരീരം മൊത്തം വളരുക എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. അത് നമ്മളുടെ സമസ്ത ജീവിത കാഴ്ചപ്പാടുകളെയും മേഖലകളെയും സ്വാധീനിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ജഡത്തെ ആണ് നാം അനുസരിച്ച് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവവചന സന്ദേശങ്ങൾ നമുക്ക് ഉപകാരമാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ മനസ്സിനെ പിശാചിൻ്റെ ഒരു കളിയരങ്ങായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും മറ്റുള്ള ആളുകളെ വിധിക്കാനും ഒക്കെ അതിന് കാരണമായിട്ട് തീരും എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ഹൃദയപരിച്ഛേദന നമുക്ക് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമാണ്
ഏതെങ്കിലും ഒരു പ്രസംഗം കേട്ടാൽ അത് എന്നെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം ആർക്കും ഒരാളെയും ഫീൽ ചെയ്യരുത് എന്ന് വിചാരിച്ചുകൊണ്ടൊരു ക്ലാസ് എടുക്കാൻ പറ്റുമോ? കൊല്ലരുത് എന്ന് ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങളാരും പെട്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ആവില്ല അല്ലേ? സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകണം എന്ന് പറഞ്ഞാൽ അപ്പം നമുക്കത് ഫീൽ ആകും. കൊല്ലരുത് എന്ന് പറഞ്ഞ പ്രമാണം പുതിയ നിയമത്തിൽ കർത്താവ് അതിന് ഒരു എക്സ്റ്റൻഷൻ നൽകിയിരിക്കുകയാണ്. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരെങ്കിലുമൊക്കെ പകയ്ക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ കാണും അല്ലേ? അപ്പം ഞാൻ അയ്യോ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്കോ സഹോദരിമാർക്കോ ആർക്കെങ്കിലും ഫീലിംഗ് ആവുമോ, അപ്പൊ ആരെയും ഫീൽ ചെയ്യരുത് എന്ന് വെച്ചുകൊണ്ട് ഞാനത് മറച്ചു വെച്ചാൽ ദൈവസന്നിധിയിൽ ഞാൻ ശരിയാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ ആർക്കും ഫീൽ ചെയ്യാത്ത ഒരു പ്രസംഗം പ്രസംഗിക്കാൻ ആരെ കൊണ്ട് ഈ ലോകത്ത് സാധിക്കില്ല. പിന്നെ സാധിക്കും. എന്താണെന്നറിയാവോ? ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒത്തിരി മോഹങ്ങളും ഒക്കെ വാക്തത്വം ചെയ്ത് ഇറങ്ങി പോകണമെങ്കിൽ ആർക്കും ഒരു ഫീലിംഗ് വരുന്നില്ല. നിങ്ങളെ ദൈവം ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാണെന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, ഭൗതിക അനുഗ്രഹങ്ങൾ കാണാൻ പോവുകയാണെന്നും അതിനുവേണ്ടി നിങ്ങൾ ഉപവസിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ. ഇതാണ് സാധാരണ ഒരു വചന സന്ദേശത്തിൻ്റെ കാര്യം. യഥാർത്ഥത്തിൽ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം അതിനകത്ത് മോശയോ ദാവീദോ അങ്ങനെ ദാനിയേലോ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പേരുമൊക്കെ വെച്ചിട്ട് ഇത് തന്നെയാണ് മിക്കവാറും എല്ലാ സഭകളിലുമുള്ള പ്രസംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഫീലില്ല. അങ്ങനെയുള്ള സഭകളിൽ പോകാനായിട്ട് ആളുകൾക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ കേൾവിക്ക്, അവരുടെ കർണത്തിന് രസമാണ് കേൾക്കാൻ, ഇമ്പമാണ് കേൾക്കാൻ, അവരുടെ മോഹങ്ങൾക്ക് ഒത്തവണ്ണമാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ നമുക്കങ്ങനെ പ്രസംഗിക്കാനായിട്ട് കഴിയില്ല. നമുക്ക് പ്രസംഗിക്കാനായിട്ടുള്ള എന്താ ഉള്ളത്? നമ്മൾ ആരും നിത്യനാശത്തിലേക്ക് പോകരുത്. ഹൃദയപരിച്ഛേദന ഏൽക്കാത്തതായിട്ടുള്ള ഒരാളും നമ്മുടെ ഇടയിൽ ഉണ്ടാവരുത്. ജഡത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരാൾ പോലും നമ്മുടെ സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം ജഡത്തെ ആശ്രയിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അപ്പോൾ ആരും മരണം എന്ന് പറയുന്നത് ശാരീരിക മരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ മരിക്കാത്തതായിട്ടുള്ള ആരുമില്ല എന്നുള്ളത് കൊണ്ട് അത് ശാരീരിക മരണമാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സഭകളുണ്ട് കേട്ടോ. ജഡത്തെ അനുസരിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്യം മനുഷ്യന്റെ ശാരീരിക മരണത്തെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ പൊതുവെ അങ്ങനെ സഭകളുടെ പേരെടുത്ത് പറയാത്തത് കൊണ്ട് നമ്മുടെ ഈ ലൈവൊക്കെ പോകുന്നതായതുകൊണ്ട് ഞാനത് പേര് പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു തരാം. എത്ര ഭോഷത്വമാണ് ആ വിശ്വാസം എന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെടുമോ? ഇല്ല. അത് ശാരീരിക മരണത്തെക്കുറിച്ചല്ല പറയുന്നത്. ആത്മീയമായിട്ടൊരു മരണമില്ല. ഒരിക്കൽ വീണ്ടും ജന്മം പ്രാപിച്ചാൽ അവൻ എന്നേക്കും അവന്റെ രക്ഷഭദ്രമാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ആ വാക്യം വലിയ ഒരു കീറാമുട്ടിയാണ്. അതിനെ ഒരു രീതിയിലും വിശദീകരിക്കാൻ പറ്റുകയില്ല. പിന്നെ ഏറ്റവും വലിയ ദുരുപദേശമായിരിക്കുന്ന ഈ ഒരു കാര്യം അത് ശാരീരിക മരണമാണ് എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു വിശദീകരണവും അതിന് കൊടുക്കാനായിട്ടില്ല. എന്ന് മാത്രമല്ല അതൊരു വാക്യമല്ലാതെ പല വാക്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കാർക്കും അതിന് മറുപടിയില്ല എന്നുള്ളതാണ് സത്യം. ശരി, നമ്മൾ നേരത്തെ മാമോനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഇന്ന് ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ഈ മാമോനാണ്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ഒരു ചർച്ച പോലെ സംസാരിച്ചപ്പോൾ ഈ ലോകത്തിലെ മോഹങ്ങളെല്ലാം വെടിഞ്ഞ് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ, നമ്മുടെ ചുറ്റുപാടുമെല്ലാം അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കങ്ങനെ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയുണ്ടായി. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. നമ്മൾ ജോലി ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അതെല്ലാം നമ്മുടെ മോഹങ്ങൾ കൊണ്ടാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഞാനത് ഇതിനു മുമ്പും സൂചിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് എല്ലാവർക്കും. ഒരാൾ കൃഷി ചെയ്യുമ്പോൾ, ഒരാൾ ജോലി ചെയ്യുമ്പോൾ, ഒരാൾ പഠിക്കുമ്പോൾ അതെല്ലാം ജഡികമാണ്, അതൊക്കെ മോഹങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദോഷത്തരമാണ്. അങ്ങനെയില്ല. അധ്വാനിക്കാത്തവൻ ഭക്ഷണവും കഴിക്കാൻ യോഗ്യനല്ല എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി കരുതാത്തവൻ അധമനായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവർക്ക് ദാനം ചെയ്യാൻ ഉണ്ടാകേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധ്വാനം, പഠനം, ജോലി, ബിസിനസ്, ഇതൊന്നും അതിൽ തന്നെ
ജഡികമോ അതല്ല എങ്കിൽ ദൈവം അംഗീകരിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. പൗലോസ് അപ്പോസ്തലൻ തന്നെ താനും തൻ്റെ കൂടെയുള്ളവരുമൊക്കെ മേസ്തിരിപ്പണി എടുത്ത് കൂടാരപ്പണി എടുത്താണ് അന്ന് തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും പിന്നെ സാധുക്കൾക്കും വേണ്ടി കൊടുത്തത് എന്ന് നമ്മുടെ ബൈബിളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് നിങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ പൗലോസ് അപ്പോസ്തലനെ പോലുള്ള ഒരാള് സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുകയും അത് സഭാ ശുശ്രൂഷകൾക്കും വിശ്വാസികൾക്കും മാതൃകയാക്കി കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും അധ്വാനിച്ചാൽ അത് ജഡികമാണ് എന്ന് ചിന്തിക്കുന്നതിലല്ല, എവിടെയാണത് ജഡികമാകുന്നത്, അത് പാപമാകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. അത് പാപമാകുന്നത് അത് എന്തിനു വേണ്ടി എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടി അല്ലെ കള്ളനോട് പറഞ്ഞത് നിനക്കും പിന്നെ മുട്ടുള്ളവർക്കും കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മാന്യമായിട്ടുള്ള ജീവിതത്തിനും മുട്ടുള്ളവർക്ക് കൊടുക്കാനും അതുപോലെ തന്നെ സഭാ ശുശ്രൂഷകളോ അല്ലെങ്കിൽ സഭാപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കോ കൊടുക്കാൻ വേണ്ടി ആണ് നമ്മളുടെ അധ്വാനം എങ്കിൽ നമ്മളുടെ മക്കൾ ഇന്നിപ്പോൾ എല്ലാവർക്കും കൃഷി ചെയ്യാനായിട്ട് കൃഷിഭൂമിയില്ല. ഇന്ന് ജീവിതമാർഗം എന്ന് പറയുന്നത് ജോലിയോ ബിസിനസ്സോ ഒക്കെയാണ്. അപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പക്ഷേ അത് ഈ ലോകത്തിലെ എൻ്റെയും എൻ്റെ തലമുറകളുടെയും ഈ ലോകത്തിലെ സുഖജീവിതത്തിനാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആഡംബരങ്ങളും ഈ ലോകത്തിലെ പ്രതാപങ്ങളും ഈ ലോകത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നേടുവാനായിട്ടാണ് എന്ന് പറയുമ്പോൾ അത് പാപമായിട്ട് തീരുന്നു. അത് ലോകത്തെ സ്നേഹിക്കുന്നതായിട്ട് തീരുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അതിനുശേഷം ലോകം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ജോസഫ് പലപ്പോഴും പറയാറുണ്ട്. എന്താണ് ലോകം? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങൾ നേടുന്നതിന് വേണ്ടിയും നമ്മുടെ കണ്ണിന്റെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ഒരു കോഴിക്കോട് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമ്മളെ മോഹിപ്പിക്കുന്നതായിട്ടുള്ള, നമ്മുടെ കണ്ണിന് മോഹം നൽകുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ തോന്നും എനിക്കും എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ആയിക്കൂടാ. പിന്നെ ജീവനത്തിന്റെ പ്രതാപം. നമ്മൾ പല ആളുകളും വലിയ വലിയ കാറുകളിലും വലിയ വലിയ ബംഗ്ലാവുകളിലും ഒക്കെ ജീവിക്കുകയും വലിയ വിലയേറിയ ആഡംബര വസ്ത്രങ്ങളും വാഹനങ്ങളും ഒക്കെ എടുത്ത് ജീവിക്കുമ്പം ജീവനത്തിന്റെ ഒരു പ്രതാപം, എനിക്കും അങ്ങനെ ഒരാളാവണം എന്നുള്ള ചിന്ത നമ്മൾ വരുന്നുവെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി. നമ്മൾ സേവിക്കുന്നത് ദൈവത്തെയല്ല, നമ്മുടെ യജമാനൻ മാമോനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഒരു സംശയം കൃഷി ചെയ്യുന്നവരോ ജോലി ചെയ്യുന്നവരോ ബിസിനസ് ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ഒക്കെ അവരൊക്കെ മോഹത്തിന്റെ പുറത്താണ്, അല്ല എങ്കിൽ അങ്ങനെ ജീവിക്കുന്നത് എന്നൊന്നും നമ്മളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എന്നാൽ ദൈവം നമുക്ക് ചിലപ്പോൾ സമൃദ്ധിയായ സാമ്പത്തിക അവസ്ഥകൾ തരാൻ സാധ്യതയുണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതകൾ തരാൻ സാധ്യതയുണ്ട്. ഇതിലൊന്നും നമ്മുടെ പ്രശംസ, നമുക്ക് ജഡത്തിൽ പ്രശംസിക്കുവാനായിട്ട് യാതൊന്നുമില്ല, ഈ ലോകത്തിൽ പ്രശംസിക്കുവാനായിട്ട് നമുക്കൊന്നുമില്ല. എവിടേക്കെങ്കിലും നമ്മുടെ പ്രശംസ പോകുന്നുവെങ്കിൽ നാം ജീവിക്കുന്നത് ജഡത്തിലാണ്, നമ്മുടെ ലക്ഷ്യങ്ങളും ജഡത്തിലാണ്. പിന്നെ ഈ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാം. ഒരു പ്രത്യേകത, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ചില ഉദാഹരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഈ പറഞ്ഞൊരു വചനം കേട്ട് കഴിയുമ്പോൾ അത് അവർ ആത്മാവിൽ കൈക്കൊള്ളാതെ ജഡത്തിൽ കൈക്കൊള്ളുന്നത് കൊണ്ട് അത് അവർക്കും ഉപകാരമാകുകയില്ല. അവർ പ്രസംഗിക്കുന്നതിനെയും മറ്റു വിശ്വാസികളെയും വിധിക്കുന്നവരായിട്ടുള്ളൊരു തലത്തിലേക്ക് അവർ മാറിപ്പോകും. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ജഡത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർ ജഡത്തിൽ പ്രശംസിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു. മറ്റൊരു കാര്യം, നാം ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാൾ എപ്പോഴും ബോധ്യമുള്ളവനായിരിക്കും. എൻ്റെ കർത്താവ്, ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ എന്തൊക്കെ പാടും? നന്മ മാത്രം, അല്ലേ? നന്മ മാത്രമേ അവിടെ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ, ഒരു തിന്മയും പാടില്ല. ഞാനും എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെയാണ് എന്ന് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരാൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്വന്തം എന്ന് പറയാനായിട്ട് ഒരാൾക്കും, ഒരു ദൈവ പൈതലിനും ഒന്നും ഈ ലോകത്തിലില്ല. എൻ്റെ സ്വന്തം എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ ശരീരങ്ങൾ പോലും ദൈവത്തിൻ്റെ അവയവങ്ങളാണ്, അല്ലേ? നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ അവയവങ്ങളാണ്. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. നാം ദൈവത്തിൻ്റെ ആണെങ്കിൽ നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ്
എന്ന് നമുക്കറിയാമല്ലോ. പ്രിയമുള്ളവരെ, ഇത് ദൈവാത്മാവ് വസിക്കുന്ന, ജഡത്തെ അനുസരിച്ചല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകതകളാണ്. ഈ ഹൃദയപരിച്ഛേദന ഏറ്റവരാണോ നാം ആത്മാവിനാലാണോ നിയന്ത്രിക്കപ്പെടുന്നത്? പിന്നെ മറ്റൊരു കാര്യം, റോമലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നതായിട്ടുള്ള കാര്യമുണ്ട്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. ഇത് രണ്ടും തമ്മിൽ പ്രതികൂലമാണ്. വിരോധമാണെന്നും പ്രതികൂലമാണെന്നും പറയുന്നുണ്ട്. അവ തമ്മിൽ ഒരിക്കലും ചേരില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒന്നുകിൽ എന്നെ ഭരിക്കുന്നത് ജഡം, അതല്ലെങ്കിൽ ആത്മാവ്. ഇതിനെ രണ്ടിനെയും കൂടെ സംയോജിപ്പിക്കാൻ, അല്ലേ? അങ്ങനെയല്ലേ സാധാരണഗതിയിൽ നമ്മ മനുഷ്യരൊക്കെ ചിന്തിക്കുന്നത്. ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും കൂടെ ഒന്ന് ഒപ്പിച്ചു കൂട്ടി, അല്ലേ? പൊതുവെ ആളുകളുടെ ചിന്ത അങ്ങനെയാണ്. എനിക്ക് ലോകത്തെയും വേണം, പിന്നെ ദൈവത്തെയും വേണം. ദൈവത്തെ ഉപയോഗിച്ച് നമുക്ക് ലോകത്തിൽ എന്തെങ്കിലും നേടാൻ കഴിയുമെങ്കിൽ അതും അത്യാവശ്യം സാധിച്ചെടുക്കും, അല്ലേ? ഈ ആളുകൾ പൊതുവെ ദശാംശം കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്തിനാ ദശാംശം കൊടുക്കുന്നത്? കൊടുത്തില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും, അല്ലെങ്കിൽ അടുത്ത മാസം എനിക്ക് കിട്ടാനുള്ള ലാഭം കുറയാൻ ഇടയായാൽ അതുകൊണ്ട് ദശാംശം കൊടുക്കും. ദശാംശത്തിൻ്റെതായിട്ടുള്ള ഉപദേശമൊന്നും അങ്ങനെ ബൈബിളിലില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ദൈവം ശിക്ഷിക്കാതിരിക്കാനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് കൂടുതൽ നേടാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എന്തെങ്കിലും കൊടുത്താൽ നമ്മുടെ മനോഭാവം എന്താ? ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാൾ ശിക്ഷിക്കുമെന്ന് പേടിച്ച് കൊടുക്കും, അല്ലെങ്കിൽ അനുഗ്രഹം ഇനി പിടിച്ചു വയ്ക്കുമെന്ന് വിചാരിച്ച് കൊടുക്കും. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളോ സ്നേഹത്തിൽ നിന്ന് കൊടുക്കും. സ്നേഹിക്കാതെ കൊടുക്കാൻ പറ്റൂല്ലേ? സ്നേഹിക്കാതെ കൊടുക്കാൻ പറ്റുമോ? നമ്മളെ ആരെങ്കിലും ഒന്ന് ശല്യപ്പെടുത്തിയാൽ ശല്യം ഒഴിവാകാനായിട്ട് കൊടുക്കൂല്ലേ? അത് സ്നേഹം കൊണ്ടാണോ കൊടുക്കുന്നത്? അതല്ലെങ്കിൽ എന്തെങ്കിലും പേര് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ ഫോട്ടോഗ്രാഫറെയൊക്കെ വിളിച്ച് അവരുടെ മുമ്പിൽ വെച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ ഞാനങ്ങനെ ഒരു കൊടുപ്പുകാരനാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ട് കൊടുക്കുന്ന, അത് സ്നേഹത്തിൽ നിന്നാണോ? അല്ല, അത് പേരിന് വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ളവൻ കൊടുത്തുവെന്ന് വിചാരിച്ചുകൊണ്ട് സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ അതെങ്ങനെ എവിടെയാണ് വായിക്കുന്നത്? 1 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? സ്നേഹമില്ലാതെയും ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയില്ലേ? സ്നേഹമില്ലാതെ പല ഭാഷകളിലും വേണേൽ സംസാരിക്കാം, പല ഭാഷകളിലും സംസാരിക്കാം, പക്ഷെ സ്നേഹമില്ലാതെ ഇരിക്കാം. സകല മർമ്മങ്ങളും ജ്ഞാനവും ഗ്രഹിക്കാം, സ്നേഹമില്ലാതിരിക്കാം. മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടാകാം, സ്നേഹമില്ലാതിരിക്കാൻ പറ്റും. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്യാം, അല്ലേ? എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്യാം, അപ്പോഴും സ്നേഹമില്ലാതിരിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തെ ചുടുവാൻ ഏൽപ്പിക്കാം, സ്നേഹമില്ലാതിരിക്കാം. എത്രയോ ആളുകൾ ഈ ലോകത്തിലെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവനെ ബലിയർപ്പിക്കുന്നുണ്ട്. ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. പല രാജ്യങ്ങളിലും അവരുടെ പ്രസ്ഥാനത്തിനോ അവരുടെ മതത്തിനോ വേണ്ടി ജീവൻ കൊടുക്കുന്നതായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അത് ദൈവത്തോടുള്ള അല്ലെങ്കിൽ സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടാണോ? സഹജീവികളെ കൊന്നുകൊണ്ട് സഹജീവികളെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ പരീശനെ പോലെ തന്നെ, അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു വേഷം കെട്ടിക്കൊണ്ട് ഒത്തിരി നന്മ കാര്യങ്ങൾ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയും നമുക്ക് ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ സാധിക്കുമെന്നുള്ളതാണ് സത്യം. പ്രിയമുള്ളവരെ, ജഡത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇത് ജഡം എന്ന് പറയുന്ന ഭയങ്കര നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാല. ജഡത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വലിയ ആത്മീകനാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഈ ലോകത്തിലുള്ളതായുള്ള ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മാനസാന്തരപ്പെടാനായിട്ട് കഴിയുകയില്ല. നമ്മൾ വായിക്കുന്ന ആ പരീശന് എന്തെങ്കിലും മാനസാന്തരപ്പെടാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? അവൻ നല്ലവനാണ് എന്ന് അവന് തന്നെ തോന്നിപ്പോയി. പക്ഷേ അങ്ങനെ തോന്നാത്ത ഒരു ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം
അവന് മാനസാന്തരപ്പെടാനായിട്ടുള്ളൊരു സാധ്യത അവൻ്റെ മുമ്പിലുണ്ട്. അവൻ മാനസാന്തരപ്പെട്ടു. അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് അവൻ ഭവനത്തിലേക്ക് പോവുകയും ചെയ്തു. നാം ജഡത്തിൽ ജീവിച്ചുകൊണ്ട് നാം നല്ലവനാണ്, ദൈവസന്നിധിയിൽ സ്വീകാര്യനാണ്, എൻ്റെ ഈ ജീവിതം ദൈവത്തിന് പ്രിയമാണ് എന്നുള്ള ഒരു ആത്മവഞ്ചന നമ്മളിലുണ്ടോ എന്നുള്ളത് പ്രിയമുള്ളവരെ നാം പരിശോധിക്കണം. ദൈവസഭ എന്ന് പറയുന്നത് ഈ നിലയിൽ ദൈവവചനത്തെ പഠിപ്പിച്ചും ആളുകളെ മാനസാന്തരത്തിലേക്ക് നടത്തിയും അന്യോന്യം പ്രബോധിപ്പിച്ചും സ്നേഹിച്ചും അങ്ങനെ നിത്യതയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഈ ലോകത്ത് ദൈവം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് രക്ഷിക്കപ്പെടുന്ന ആളുകളെ അപ്പം തന്നെ മരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇതിനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അങ്ങനെയൊന്നുമല്ല. ദൈവം നമ്മളെ ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിന്, അവശേഷിപ്പിക്കുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഹൃദയപരിച്ഛേദന യഥാർത്ഥത്തിൽ സംഭവിച്ചവരായി ആത്മാവിനെ അനുസരിച്ച് ജീവിച്ച്, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ തേജസ്സിനെ, ദൈവം ആത്മാവാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും ഒരു സൃഷ്ടിക്കും ദൈവത്തിനെ കാണാനായിട്ട് കഴിയുകയില്ല. ദൈവം ആത്മാവാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ പ്രപഞ്ചത്തിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. ഒരു കണ്ണാടിയിൽ എന്ന പോലെ കർത്താവിൻ്റെ തേജസ്സിനെ പ്രതിബിംബിക്കുന്നവരായിട്ട് നാം ഈ ലോകത്ത് തീരണം. ദൈവം എങ്ങനെയാണ്, കർത്താവ് എങ്ങനെയാണ് എന്നുള്ളത് ഈ പ്രപഞ്ചത്തിൽ കാണിച്ചു കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ മക്കളുടെ ഉത്തരവാദിത്വമാണ്. അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം ആദത്തിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവിടെ അവർ പരാജയപ്പെട്ടു. ആ പരാജയത്തിന് പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് കർത്താവ് ഇന്ന് ആ ദൈവ തേജസ്സിനെ ഈ ലോകത്തോട് കാണിച്ചു കൊടുക്കാനായിട്ട് തൻ്റെ രക്തം, തൻ്റെ പുത്രനെ കൊടുത്തുകൊണ്ട് ഒരു വലിയ രക്ഷാമാർഗമൊരുക്കി ക്രിസ്തുവിനോട് ചേർത്ത് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം കാണിക്കുന്ന ആളുകളാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെയാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഏറ്റുപറഞ്ഞ് പിന്നെ ഇങ്ങനെ സഭായോഗങ്ങൾക്കൊക്കെ പോയി അതിൽ തൃപ്തിയുള്ളവരായിട്ട് ജീവിച്ചാൽ ദൈവിക പരിപാടി നമ്മിൽ നിറവേറുകയില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് നോക്കാം. നാം ആ ഹൃദയപരിച്ഛേദന ഏറ്റ ആളുകളാണോ, അതെയോ ജഡത്തെ അനുസരിച്ച് ജീവിച്ച് ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് മരണത്തിലേക്ക് പോകുന്ന ആളുകളാണോ, ആത്മീയമായിട്ടുള്ള മരണത്തിലേക്ക് പോകുന്ന ആളുകളാണോ? ഭക്തിയുടെ ഒരു വേഷമാണോ നമുക്കുള്ളത്, അതെയോ ഭക്തിയുടെ ശക്തിയായിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധമാണോ നമുക്കുള്ളത്? നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ആത്മാവിനെ അനുസരിച്ച് ആ ഞെരുക്കമുള്ള വഴിയിലൂടെയാണോ നാം പോകുന്നത്, അതെയോ വിശാലതയുള്ള വഴിക്ക് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടും ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളുമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? കർത്താവ് തന്നെ പറഞ്ഞതായിട്ടുള്ള വാക്കുകളെ നാം ഓർക്കണം. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം അപൂർവമായിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ കർത്താവും അപ്പസ്തോലന്മാരും പറഞ്ഞത് തെറ്റിക്കുന്നതും വഞ്ചിക്കുന്നതുമായിട്ടുള്ള ഉപദേശങ്ങളുമായി കർത്താവിൻ്റെ പേരെടുത്ത് വരുന്ന അനേകരെക്കുറിച്ചും, അതുപോലെ തന്നെ ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. വിശ്വാസം എന്ന് പറയുന്നത് കേവലം ആളുകളുടെ ഒരു പുറംമൂടിയായി, ഒരു മുഖംമൂടിയായി മാത്രം നിലനിൽക്കുന്ന ഒരു ലോകത്താണ് നാം ഉള്ളത്. പിശാച് ഈ ലോകത്തെയും ലോകത്തിലുള്ള സമ്പത്തിനെയും സമൃദ്ധിയെയും നമ്മുടെ മുമ്പാകെ വെച്ചുകൊണ്ട്, നമ്മുടെ ജഡത്തിൻ്റെ മുമ്പാകെ വെച്ചുകൊണ്ട് ആത്മാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതം തീരുന്നുണ്ടോ? നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ദൈവമായ കർത്താവേ, അടിയങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ കാണുന്നു. കർത്താവേ, പ്രശംസയ്ക്ക് അർഹമായ ഒന്നും ഞങ്ങളിൽ ആരിലുമില്ല, എന്നിലുമില്ല എന്ന് അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ഏറ്റുപറയുന്നു.
ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, കർത്താവെ, ഞങ്ങളുടെ ഒരു പ്രശംസയും ഞങ്ങളുടെ ഒരു കാര്യത്തിലും ആകാതിരിക്കുവാൻ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് സൽബുദ്ധി തന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് അടിയങ്ങൾ നോക്കുന്നു. മാനസാന്തരപ്പെടുന്ന ഒരു ഹൃദയം, തകരുന്ന ഒരു ഹൃദയം, കർത്താവെ, കഠിനപ്പെട്ട് ദൈവവചനം സ്വീകരിക്കുവാൻ കഴിയാത്ത പാറ പോലെ ഒരു ഹൃദയമല്ല, താഴ്മയോടെ ദൈവസന്നിധിയിൽ വസിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയുന്നതായ മാംസളമായൊരു ഹൃദയം, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു ഹൃദയം. കർത്താവെ, ആ സ്ഥാനത്തേക്ക് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒന്നേ ഞങ്ങൾക്ക് ഈ ലോകത്തിൽ മോഹമുള്ള കർത്താവെ, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനോട് ചേർന്നിരുന്ന് അങ്ങയുടെ സ്വരൂപത്തോട് അനുരൂപപ്പെട്ട് ലോകത്തിൽ വെളിച്ചങ്ങളായി കർത്താവിൻ്റെ തേജസ്സിനെ ഒരു കണ്ണാടിയിൽ നിന്ന് പോലെ പ്രതിബിംബിക്കുന്നവരായി അങ്ങയുടെ ഇഷ്ടം ചെയ്ത്, ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവെ, അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ആ ഒരു മോഹവുമായി ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ ജീവിക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിലെപ്പോഴും ഒരു ഞരക്കമുള്ളവരായി ഞങ്ങൾ ജീവിക്കുവാൻ സഹായിക്കണം. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ദിനംതോറും സംസാരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാകിയാൽ കൃപയുണ്ടായി കേൾക്കുമാറാകണം. സ്വർഗ്ഗീയ പിതാവേ.